ഇന്നലെ പുലി ഇറങ്ങിയ വഴിയിലൂടെയാണ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് രാത്രി അമ്പലത്തിലെ താലപ്പൊലി കാണാൻ പോകുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ ഫോറസ്റ്റുകാരൊക്കെ നിരന്ന് നിൽക്കുന്നു. സംഭവം എന്താണെന്ന് അറിയാൻ നമ്മൾ അവിടെ വണ്ടി നിർത്തി. മനു എന്താ ഇന്നലെ കണ്ട ഇന്നലെ അവിടെ നിന്നുണ്ട് ഈ രാത്രി ഇല്ല ഇന്നലെ ഒരു പ്രാവശ്യം വന്നു ഇവിടെ നിന്നു ചാച്ച എടുത്ത് പടക്കം പൊടിച്ചു എന്നിട്ട് പിന്നെയും ടോർച്ച് വെച്ചു പിന്നെയും വളർന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നതാണ്. ഇപ്പൊ ഈ രാത്രി ക്യാമറ വെക്കേ ക്യാമറ വെക്കാം. പോലീസ് സ്ഥിരമായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഫോറസ്റ്റുകാർ. പടക്കം പൊട്ടിച്ചിട്ട് പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അതുപോലെ ഇങ്ങോട്ട് വരും. മാൻ ഈറ്റർ പറഞ്ഞിട്ടുള്ള ജീവിതത്തിലാണെങ്കിൽ ചിലപ്പോൾ മനുഷ്യന്മാരെ പിടിക്കും. അതിന്റെ എന്താണോ തീറ്റ അതിനനുസരിച്ച് മാത്രം ആ ഹാബിറ്റ് പ്രകാരം മാത്രമേ അത് വരുള്ളൂ. അങ്ങനെ ഫോറസ്റ്റുകാർ അവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. രാത്രിയും പകലുമായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇവര്. ഈ ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും രാത്രി ഇറങ്ങുന്ന പുലിയുടെ അറ്റാക്കിംഗ് സ്വഭാവം എങ്ങനെയാണെന്നും ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറയുന്ന ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അനിക്സിന്റെ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി, ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അമ്പലത്തിൽ താലപ്പൊലി കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. വണ്ടിയിൽ ഫോഗ് ലൈറ്റ് ഉള്ളത് കൊണ്ട് ദൂരെ എന്ത് ജീവി നിന്നാലും പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. ക്രിസ്മസ് ആഘോഷം അടിപൊളിയാക്കിയ പോലെ അമ്പലത്തിലെ താലപ്പൊലിയും നമ്മൾ മിസ്സാക്കൂല. അങ്ങനെ മുണ്ടൂർ പാലക്കിഴി ഭഗവതി ക്ഷേത്രത്തിലെത്തി പരിപാടികളെല്ലാം കണ്ടു. ഇനിയുള്ള ഒരാഴ്ച കാലത്തേക്ക് അമ്പലത്തിൽ താലപ്പൊലി ഉണ്ടാവും. പരിപാടികളൊക്കെ കണ്ടതിന് ശേഷം വന്ന പോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം വീട്ടിൽ തിരിച്ചു പോകാൻ. അപ്പൊ രാത്രി പുലി ക്യാമറ പെടുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ തുടർന്ന് കണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് ഒന്ന് കമന്റ് ഇട്ടാൽ മതി. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.